എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോയിൽ പറയുന്ന ഈ 4 ചോദ്യങ്ങൾ വിവാഹത്തിന് മുൻപ് പങ്കാളികൾ പരസ്പരം ചോദിച്ചെങ്കിൽ ഭാവിയിൽ പണി വാളും കേട്ടോ. അതേക്കുറിച്ചാണ് ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ഭൂരിഭാഗം ആളുകളും വിവാഹം കഴിക്കുന്നത്. എന്നാൽ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. വിവാഹം ഒരു T20 കളിയല്ല, അതൊരു ടെസ്റ്റ് മത്സരമാണ്. ഇവിടെ ആദ്യ ദിനം ബാറ്റിനൊപ്പം പന്ത് നന്നായി വരും, എന്നാൽ ക്രമേണ പിച്ചിന്റെ സ്വഭാവം മാറും. അപ്പോൾ പന്തിന്റെ ചലനം മനസ്സിലാക്കാനും പ്രയാസമാണ്. അതുകൊണ്ട് പ്രാക്ടീസ് ശരിയായിരിക്കണം. ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾ നിരവധി സങ്കീർണതകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അതിനാൽ വിവാഹത്തിന് മുൻപ് പങ്കാളികൾ പരസ്പരം കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നന്നായിരിക്കും. നീണ്ട പ്രണയത്തിനൊടുവിൽ വിവാഹം കഴിച്ചാലും ഈ ചോദ്യങ്ങൾ ചോദിക്കണം. എങ്കിൽ മാത്രമേ ഭാവിയിൽ ബന്ധം ആരോഗ്യകരമായി മുന്നോട്ട് പോകുകയുള്ളൂ കേട്ടോ. അതിലൊന്ന്, തയ്യാറാണോ എന്ന്. വിവാഹം വാക്കുകളല്ല, അതിന് മാനസികവും സാമ്പത്തികവുമായ തയ്യാറെടുപ്പ് ആവശ്യമാണ്. അതിനാൽ വിവാഹത്തിന് മുൻപ് നിങ്ങളുടെ പങ്കാളിയോട് ഈ ചോദ്യം ചോദിക്കുക. അവരുടെ മനസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് അറിയണം. അങ്ങനെയാണെങ്കിൽ ആ സംശയം ഒരുമിച്ച് തീർക്കാൻ ശ്രമിക്കുക. കാരണം വിവാഹം കഴിഞ്ഞാൽ പിന്നെ ചർച്ച ചെയ്തിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. 2, എന്താണ് ഭാവി പദ്ധതി? ഓർക്കുക, വിവാഹശേഷം ഒരുമിച്ച് ജീവിക്കണം. വഴിയിൽ സങ്കീർണതകൾ ഉണ്ടാകാം, എന്നാൽ ആ പ്രശ്നം വിട്ടുകളയണം. ഈ സാഹചര്യത്തിൽ ഓരോ വ്യക്തിക്കും ഭാവിയെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടായിരിക്കണം. ഈ ചോദ്യം ആദ്യം ചോദിക്കണം. നിങ്ങളുടെ പദ്ധതികളെക്കുറിച്ചും പങ്കാളിയോട് പറയുക. എങ്കിൽ മാത്രമേ ഈ ചർച്ചയ്ക്ക് പ്രസക്തിയുണ്ടാകൂ. അടുത്തത്, ജോലിയെക്കുറിച്ചുള്ള ചോദ്യം. വിവിധ തൊഴിൽ അഭിലാഷങ്ങളുണ്ട്. ഇതിനായി ഓരോ വ്യക്തിക്കും അവരുടേതായ പദ്ധതിയുമുണ്ട്. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ ഈ ലക്ഷ്യത്തിലെത്തുക ബുദ്ധിമുട്ടാണ്. പിന്നെ പലവിധ തടസ്സങ്ങൾ മുന്നിലെത്തുന്നു. അതിനാൽ നിങ്ങൾക്ക് വലിയ പദ്ധതികൾ ഉണ്ടെങ്കിൽ അവരെ മുൻകൂട്ടി പറയുക. എങ്കിൽ മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ. അടുത്തതായി, എവിടെ താമസിക്കണം? ഈ ചോദ്യം ചോദിക്കണം. പലപ്പോഴും സ്ത്രീകൾ ഭർത്താവിന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ മറ്റൊരിടത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഭർത്താവിന് വിഷമം തോന്നിയേക്കാം. അപ്പോൾ ഇരുവരും തമ്മിൽ വലിയ പ്രശ്നമുണ്ടാകാം. അതിനാൽ ഈ സങ്കീർണത ഒഴിവാക്കാൻ ഈ ചോദ്യം ചോദിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാവുന്നതാണ്. അതുവരേക്കും ബൈ.